ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ അഭിലാഷ് മാത്രമാണ് പ്രതിയെന്ന് പോലീസ്. രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് ഉടലെടുത്ത വ്യക്തിവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നും അന്വേഷണ സംഘം. അമിത്ഷാക്കെതിരായ പരാമർശങ്ങളിലെ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. വിചാരണ റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജി കോടതി തള്ളി. കർഷക സമരത്തിനിടെ കൊല്ലപ്പെട്ട ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരവും സഹോദരിക്ക് സർക്കാർ ജോലിയും പ്രഖ്യാപിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്നും പ്രതികരണം. സമരത്തിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത കിസാൻ മോർച്ച കരിദിനം ആചരിക്കുന്നു. ദേശീയ തലസ്ഥാനത്തേക്കുള്ള ഹൈവേകളിൽ SKMന്റെ ട്രാക്ടർ മാർച്ച്. അടുത്ത അധ്യയന വർഷം മുതൽ ഓപ്പൺ ബുക്ക് പരീക്ഷാ സമ്പ്രദായത്തിന് CBSE. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ വീണ്ടും നക്സലൈറ്റ് ആക്രമണം. 2 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. കൊലപാതകം സുരക്ഷാ സേനകൾക്ക് വിവരം ചോർത്തിയെന്ന് ആരോപിച്ച്. ബൈജൂസിന്റെ അടിയന്തര ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാതെ ഉടമ ബൈജു രവീന്ദ്രനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ബോർഡ് അംഗങ്ങളും. യോഗത്തിന് നിയമസാധുതയില്ലെന്ന് വിശദീകരണം. 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF മുന്നേറ്റം. 6 സീറ്റുണ്ടായിരുന്ന LDFന്റെ അംഗബലം 10ആയി. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. പാലാരിവട്ടം കേസിനെ തുടർന്ന് RDS പ്രൊജക്ടിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സർക്കാർ നടപടി റദ്ദാക്കി ഹൈക്കോടതി. A ക്ലാസ് ലൈസൻസ് റദ്ദാക്കിയത് നിലനിൽക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. ഇംഗ്ലണ്ടിനെതിരായ റാഞ്ചി ടെസ്റ്റിൽ തന്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി R അശ്വിൻ സ്വന്തമാക്കിയത് അപൂർവ നേട്ടം. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ 100 വിക്കറ്റും 1000 റൺസും സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. കൂടുതൽ വാർത്തകൾക്കായി etvbharat.com സന്ദർശിക്കുക.